എൻ്റെ കാസ്റ്റ് ബേസിൽ പൃഥ്വിരാജ് സാർ, പിന്നെ അനശ്വര, നിഖില, ഈ പറഞ്ഞ ക്രൂസിലെല്ലാവരും, അരുൺ സാർ, ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോയി കുറേ നേരം ഡിസ്കസ് ചെയ്ത് പണ്ടത്തെ സിനിമകൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു ഗൈഡായിരുന്നു എനിക്കിപ്പം. അതിന് താങ്ക്സ് ചേട്ടാ. പിന്നെ ബൈ ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരാൾ ബൈ ചേട്ടൻ. അല്ല, എല്ലാത്തിനും വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെയുണ്ട് കുറേ ആൾക്കാരുണ്ട്, കുറേ പേരുകൾ ഞാൻ വിട്ടുപോകുന്നുണ്ട്. എന്നാലും ജോൺകുട്ടി, നീരജ്, അങ്കിത് വന്നിട്ടില്ല, നീരജും ഷൂട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി ക്രൂ, ദീപു, പ്രധാനപ്പെട്ട പേര് വിട്ടുപോയി, ദീപു ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ദീപുവിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, അത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇതുപോലത്തെ ആശയങ്ങൾ ഒരുപാട് ഓർത്തെടുക്കണ്ട. ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. അത് ഷൂട്ടായിക്കോട്ടെ, അതിൻ്റെ സിനിമയുടെ വലിപ്പമായിക്കോട്ടെ, എല്ലാം ഈ ചെറുതിൽ തുടങ്ങി വലുതായിട്ട് എത്തിക്കുന്ന ഒരു ജേണി ഭയങ്കരമായിരുന്നു. അപ്പം സുപ്രിയ മാം എനിക്കൊരു എന്താ പറയുക, എല്ലാത്തിലും ഒരു ഡിസിഷൻ മേക്കറാണ്. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ വന്നാലും ഒരു മെസ്സേജ് ഇട്ടാൽ ഒറ്റ മെസ്സേജിൽ റിപ്ലൈ കിട്ടുന്ന ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും. ഞാൻ ഒരു ചെറിയ സെറ്റ് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അതാണ്. അപ്പോ ഇനി ഇതുപോലത്തെ ചെറിയ സെറ്റുകൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ബേസിൽ ആൻഡ് പൃഥ്വിരാജ്, രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ അഭിനയിപ്പിക്കാൻ കിട്ടിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. രണ്ട് എക്സ്ട്രീമായിട്ടുള്ള രണ്ട് ഡയറക്ടേഴ്സ്, രണ്ട് ഭയങ്കര നല്ല ആക്ടേഴ്സ്. അപ്പോൾ ഇവർ പെർഫോം ചെയ്യുന്ന രീതി, അപ്പം എനിക്ക് ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൗഡ് ഫീൽ വേറെയാണ്. അപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ബേസിലിനോട് അത്ര പ്രൗഡല്ല പോരെ. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അല്ല, രണ്ടുപേരും എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഡയറക്ടേഴ്സ് ആയിട്ട് പോലും എനിക്ക് പറഞ്ഞ ഒരു ടെൻഷനും അവർ തന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർ ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ പാർട്ട്നേഴ്സ് ഹാരിസ്, ദേശം, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇനി നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ഓൾ. ഇന്ന് എല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി. ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി വി മാനേജ് ടു ഗെറ്റ് ഹിസ് ഡേറ്റ്സ് ആൻഡ് വി ഗോട്ട് ടു മീറ്റ് എവറിബഡി ടുഡേ. ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിപിൻ എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു. ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നു, വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ എല്ലാവരും ചെയ്തു. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് യു കുഡ് കം ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് ഫാമിലി. But a cinema is obviously not just done by one person, it's team effort. Vipin, you've been the leader of the team. You were absolutely great. കുറേ ദിവസം അടിക്കണമെന്ന് തോന്നി, പക്ഷെ ചെയ്തില്ല. എന്നാലും ഐ എം സോ ഹാപ്പി ദാറ്റ് വി ഹവ് റീച്ച്ഡ് ഹിയർ ടുഡേ. 20 ദിവസം നമ്മൾ ആ വലിയ സെറ്റും മഴയും എല്ലാറ്റിൻ്റെ നടുക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റായിരുന്നു. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല if I didn't have my team. Harris and Rini, please come to stage. The producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, this project would not have happened without you. You have been amazing. Sarathi, you're not here right now, or you are here, I can't see where you are. But your support has been tremendous. But without these two gentlemen, this is our 8th film, barring one production which was done in Hindi. We have worked with Harris and Rini all through. Without both of them, we would not have been here today. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കുറേ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സമയത്തിന് അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതല. ആൻഡ് ഇറ്റ് വാസ് കണ്ടിന്യൂസ് more than 2 weeks of shooting in that particular spot with so many junior artists. So I am very, very grateful to my production team. This would not have happened without them. And Mukesh sir, special thank you to you. It is very rare to get partners
in cinema who let you do what you want to do without interfering in every step of the way. You are one such partner, sir. You have given us so much freedom and so much guidance to execute the film the way we wanted to. Your support has been invaluable, and I look forward to doing many more such productions with you, sir. It has been a wonderful experience. And thank you to my chief cast, Mr. Basil. Thank you very much. Anashwara, Nikhila, you have been wonderful actors on the set. All of the senior actors, Baiju Jetan sir, Jagdish sir, Arvind, thank you all for being here today. And I truly appreciate the cast and crew. And Prithvi, thank you for pulling me into your world and making me a part of it. I know I kept saying that, I don't know what is it that you do, but I see the magic now. Thank you so much. Thank you so much, ma'am. Very sweet words. And now, ladies and gentlemen, it's time for... നമസ്കാരം. ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ്. ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാനൊരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പലം നടയിൽ എന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വിപിൻ ദാസ് എന്ന സംവിധായകനിൽ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല, എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ്. കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കഥയാണ്. മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടനെ എങ്ങും എനിക്ക് സമയമുണ്ടായില്ല, കാരണം ഇങ്ങനെ എൻ്റെ 1-2 ആക്ടിങ് കമ്മിറ്റ്മെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഓഹോ അതെയല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അല്ലാതെ 2 ഹീറോസ് ഉണ്ട്, അപ്പൊ പൃഥ്വിരാജിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലിയിൽ ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരഥിയും വിപിനും മുകേഷ് സാറും കൂടെ അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞാനും വിപിന്റെ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു, സിനിമ ഒരു വലിയ വിജയമാകുന്നു. എനിക്ക് തോന്നുന്നു E4-ന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ E4 എന്റർടൈൻമെന്റ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ്. അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു. വലിയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞ കഥ ഞാൻ പറഞ്ഞ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സമയമില്ലല്ലോ, ഞാനിങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ സിനിമ കമ്മിറ്റിയിലെ ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മറ്റു അതെയല്ലേ ഓക്കെ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു. ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിപിന്റെ കയ്യിൽ നിന്നും. പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫിൽം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തില് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഈ ജോണർ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിൽം മേക്കേഴ്സ്. എനിക്കൊന്ന് മറ്റൊരാൾ ബേസിലായിരിക്കും. പിന്നെ ബേസിൽ ഇപ്പോൾ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും താങ്ക് യു വിപിൻ, ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന്. ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, ഔപചാരികമായ അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം. മുകേഷ് സർ, സാരഥി, E4. ഞാൻ ആദ്യം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് എസ്ര എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അതിന് മുമ്പ് ഞാൻ സുപ്രിയോട് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം, ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ഫോമായി സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടാകണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമാറ്റോഗ്രാഫി പോലെയും സിനിമ ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ള അറിവ് തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു മുൻനിര ബാനറാണ് E4 എന്റർടൈൻമെന്റ്. എടുത്തു പറയുന്ന മറ്റൊരാളുണ്ട്, സഞ്ജയ് സർ, അനീഷ്, AP ഇന്റർനാഷണൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൈലന്റ് പാർട്ണറായിട്ട് മാത്രമാണ് ഒരുപക്ഷെ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത്. ബേസിലിനെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയോ ഒന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനും വായിച്ചേട്ടനും ഞങ്ങൾ ഓൾഡ് ജനറേഷന് അത് പരിചയമുണ്ട്. കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് അന്ന് ഈ ബിസിനസ്സുകൾ, സാറ്റലൈറ്റ്, ഡിജിറ്റൽ, സ്ട്രീമിംഗ്, ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടുന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക.
ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല, അയ്യോ ഇത് ഇത്ര കോടി രൂപ നമ്മൾ നാളേക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ, എന്നൊക്കെയുള്ള ചാലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീനടന്മാർ അതൊന്നും അഭിമുഖിച്ചിട്ടുണ്ടാവില്ല, ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ അത് ഫേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം എന്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ്. സോ താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ ഓൾ ത്രൂ. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ വിജയചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ദിസ് വിൽ ബി a partnership that will now stand for a long time. എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റു കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു. കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ബേസിലെ പ്രായം ന്യൂ ജനറേഷൻ്റെതല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറയ്ക്കാൻ പച്ച തൊപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ, ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലെ പോലെയും അനശ്വരെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഉള്ളൊരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാം. അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല, ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്യുന്ന നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂരമ്പലം നടയിലുന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന്. ഇതിന് പിന്നിൽ വിപിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിണ്ടാതെ ഇരിക്കും. കാരണം അയ്യോ അമ്മാവനെത്തി എന്നുള്ള മട്ടില്. കാരണം എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. പുതിയ ആൾക്കാർ ഇതിലൊരു എഡിറ്റർ ഉണ്ട്, ആന്റി പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമകൾ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ. പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനം. ശ്രീലാലൊക്കെ മൊയ്തീൻ ടൈമിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആണ്. അപ്പോ എനിക്ക് വിമലിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീലാലിനെ പരിചയപ്പെടുന്നത്. അല്ലേ? അതിന് മുമ്പ് അതിലും മുമ്പ് എന്റെ അമ്മ. അപ്പൊ അങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം ഉണ്ടായിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. സോ താങ്ക് യു. പിന്നെ പ്രായം കൂടുന്നവരും ഷട്ടിലെ ഡിസൈൻ കൂടിയിരുന്ന ജഗദീഷ് ചേട്ടനും, അതുപോലെ തന്നെ പ്രായം കൂടുന്നവരും പുച്ഛം കൂടിയിരുന്ന ബൈജേട്ടനും, രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, രണ്ടുപേരും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന രണ്ട് ആൾക്കാരാണ്. രണ്ടുപേരോടൊപ്പം ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസൺ ആണ്. കാരണം ജഗദീഷ് ചേട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ്. ബൈജു ചേട്ടൻ ഇന്നും വിപിൻ ദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിപിൻ ദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ്. അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന. രമേശേട്ടൻ നമ്മുടെ എനിക്ക് വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ്. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദ്, ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ്. എന്റെ ഫസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നാണ്. ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ദെൻ.
he still is a fantastic dancer. I don't know if you know this. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഗുണ്ടൽപേട്ടില് അരവിന്ദിന്റെയും നവ്യയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്, എന്റെ ദൈവമേ, I need to be this good to be in cinema എന്നുള്ളത്. So thank you for inspiring me from my first film. ഒരുപാട് സന്തോഷം. ഇർഷാദക്ക, എല്ലാവരോടും താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷവേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വിപിൻ ദാസിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, നിസാമിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, വിഷ്ണുവിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായകരൊക്കെ എന്നെ വെച്ച് സിനിമ എടുക്കുമെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എല്ലാവരുടെ പ്രോജക്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന സിനിമകളാണ്. ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ താങ്ക് യു. താങ്ക്സ് അ ലോട്ട്. രാജേട്ട, ഒരൊറ്റ ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ ഈ മൂവിയുടെ പ്രൊമോഷൻ തൊട്ട് റിലീസ് ടൈമിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് വേറെ ഒരു മൂവിയുടെ ആ ഒരു വേളകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കാണുന്ന ഒരു ഡിഫറെന്റ് ടീമിനെ നമ്മൾ ഈ ഒരു മൂവിയിൽ പല സ്ക്രീനിലായിട്ടും പല ഇന്റർവ്യൂസിലായിട്ടും കണ്ടു. എന്താണ് അതിന്റെ പിറകിലുള്ള റീസൺ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി സിനിമയുടെ സ്വഭാവമാണ് സിനിമയുടെ ഒരു മേക്കിംഗ് പ്രോസസ്സിനെയും സിനിമയുടെ വിജയാഘോഷങ്ങളെയും ഓഫ് സ്ക്രീൻ ഇന്ററാക്ഷൻസിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആയിരിക്കും. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സിനിമയും അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടും തൊട്ടപ്പുറത്ത് കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആടുജീവിതത്തിന്റെ വിജയാഘോഷത്തിന് വന്നിട്ട് അയ്യോ നജീവൊക്കെ ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓഫ്കോഴ്സ് ആ സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു വർക്ക് സ്പേസിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് ഫുൾ ക്രെഡിറ്റ് ടു വിപിന്റെ ടീം, എന്നോടൊപ്പം അഭിനയിച്ചവർ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയതാണ് ഈ സിനിമയുടെ അനുഭവം. അവർക്കൊക്കെ ഒരു നോം ആയിരിക്കാം ഇത്. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വയം അമ്മാവനെന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്രയും ലുക്കുള്ള ഒരു അമ്മാവനാണെങ്കിൽ ഓക്കെ ആണല്ലേ? യെസ്. So thanks a lot for joining Avilgudi. Let's give a big round of applause. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീഷേട്ടന്? ഞാൻ പറഞ്ഞു, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ വിപിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോൾ, ഈ സക്സസിൻ്റെ ഭാഗമായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ വളരെ ത്രില്ഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്. അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ 1 ഷോട്ടേ കാണുള്ളൂ, ചില ദിവസങ്ങളിൽ 2 ഷോട്ടേ കാണുള്ളൂ. അത്രയും സമയവും ബോറടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുവിന്റെ പുച്ഛമാണ്. അവസാനം പാട്ട് സീനിൽ വിളിച്ചു. വിപിൻ പറഞ്ഞു, 3 നൈറ്റ് ഉറക്കൊഴിയേണ്ടി വരും, ജഗദീഷ് ഏട്ടാ ഒന്ന് സഹകരിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ബൈജു എൻ്റെ അടുത്ത്, നിങ്ങൾ സമ്മതിച്ചതാ? എന്തിന്? അപ്പൊ ഞാൻ സഹകരിക്കണ്ടേ? ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു രീതി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഓക്കെ, ആ 3 രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാകുക. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ മുകേഷ് ആർ മേത്ത എന്ന് പറയുന്നത് ലോങ് ബാക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള എൻ്റെ നല്ല ഫ്രണ്ടാണ്. സാരഥിയെ, തിരുവനന്തപുരത്തുകാരൻ സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട്. സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളിൽ നമ്മുടെ ബ്രില്യൻറ്റ് വൊക്കാബുലറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അതേർക്കളം നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷേ അതിൽ അധികം അഹങ്കരിക്കേണ്ട, അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരാളാണ് ഇവിടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം,
എൽഡേഴ്സിന് മാക്സിമം റെസ്പെക്ട് തരും, സ്നേഹം തരും. അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അതിപ്പോൾ ജഗദീഷ് ചേട്ടനായാലും ബൈജു ചേട്ടനായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ചേട്ടാ ഇതാണ് സംഭവം, അത് കഴിഞ്ഞിട്ട് ചേട്ടാ സുഖല്ലേ എന്ന് ചോദിക്കുന്ന ആ ലൈൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ വിപിൻ, ബാക്കിയുള്ള ക്യാമറാമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും. കുഞ്ഞികൃഷ്ണൻ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി, ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയിൽ. ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ വിജയമായി തീർന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എൻ്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്തിനു കരയണത്? ഞാൻ കരുതി നോക്കി, നിങ്ങളെന്തിനു കരയണത്? നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. അതെ, രാജുവേട്ടന്റെ സ്റ്റൈലിലാണ് എന്ന് ബൈജു ചേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്? നമസ്കാരം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്, ഈ രണ്ട് കമ്പനികളും ചേർന്ന് പിറവി നൽകിയ സിനിമയാണ് ഗുരുവായൂർ അമ്പലനട. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. 10,000 പേരൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു 2,000 പേര്, അതുകൊണ്ട് 30 ദിവസം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഊണ് കൊടുത്തൊരു വഴിയായി. ഇതിന്റെ ഷൂട്ടിങ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ രാവിലെ വരും. ഞാൻ വിളിച്ചു ചോദിക്കും, റെഡി എടുത്ത് ചോദിക്കും, രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷെ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കും. മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട്. പുള്ളി ഇന്റർവ്യൂവിലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ബൈജുവിൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണെന്ന് പറയും, മോഡൽ സ്കൂളിൽ. അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്തുകവ് എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചേട്ടനെ പോലെ ഒരു 103 സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഡബ്ബിങ് ആയതുകൊണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോൾ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്താ ചെയ്ത്, കിട്ടേണ്ടതിനേക്കാളും 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കും. ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതിന്. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എൻ്റെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണത്തിന് രാജു ഗിഫ്റ്റ് തന്നായിരിക്കും. പിന്നെയാണ് അറിഞ്ഞത് ഒരു അബദ്ധമാണെന്ന്. എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീഷേട്ടൻ പറഞ്ഞല്ലേ, ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ.
അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടന് ഓർമ്മ വരും. സുഖോട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ഒത്തു വരണം. അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുരുവായൂരമ്പല നടയിലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മൈക്ക് തരുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗോൾഡൻ മുടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരും. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഗോൾഡൻ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴുള്ള പേടിയാണ്, രാജുവേട്ടൻ കൂടെ ഉണ്ടാകുമ്പോൾ പുള്ളി എല്ലാം പറഞ്ഞു കളയും, പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല. അതുപോലെ ഇപ്പൊ സക്സസിലും ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. രാജുവേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നത് 2017 അതായത് വളരെ പണ്ട്, അതായത് മുത്തശ്ശി കഥയൊക്കെ ആയിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അങ്ങനെ അത്ര പഴയ കഥകളാണ് ആക്ച്വലി. അതെന്നിട്ട് പിന്നെ സിനിമയാവാൻ കുറച്ച് സമയമെടുത്തു. അപ്പൊ ദീപു അന്ന് ഞങ്ങള് കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പൊ അന്ന് വേറെ 2-3 ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പറയുന്ന 2024 ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്, അതായത് ആദ്യമായിട്ട് ഈ സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബിപിൻ ചേട്ടന്റെ ആ മായ വലയത്തിൽ വീണ്ടും പെട്ടുപോയ, രണ്ടാമതും പെട്ട ഒരാൾ. അതായത് ജയഹേല് ഞാനൊന്ന് വീണു, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല, കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത്. അത് അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ മായ വലയുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീണതാണ് വാഴയിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴ പോയി. അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേട്ടൻ ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ 2024 ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് എല്ലാ സിനിമയ്ക്കും വന്നിങ്ങനെ പറയാനേ പറ്റില്ല. എല്ലാ സിനിമയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം 6 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്രിക്കറ്റ് കളി. ഇപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡർ. ഓക്കെ ഷിബുവിന്റെ ബോള്. അങ്ങനെ ഞാൻ എല്ലാവരും ടീം വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. അതിൽ വിപിൻ ചേട്ടനും ഞാനും 2 ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ്. ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ. അനീഷും ഹാരിസ് കെ ഒക്കെ ഉള്ള ടീമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത്. വിപിൻ ചേട്ടന്റെ ടീം 2ാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയിൽ, ഞങ്ങളുടെ ഏറ്റവും നല്ല ടീം. അത് സുമേഷിനൊക്കെ ഇത്ര കൈയടി കിട്ടാൻ കാരണം സുമേഷ് ഏറ്റവും നന്നായിട്ട് കള്ളക്കളി കളിക്കുന്ന ആളാണ്. അതാണ് സുമേഷിനെ എല്ലാവരും കൈയടിച്ചത്. ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്യാൻ അറിയുന്ന ആൾ സുമേഷ്. അതുകൊണ്ട് സുമേഷ് അതിനനുസരിച്ച് നന്നായിട്ട് കള്ളക്കളിയും കളിക്കും. അപ്പോ അങ്ങനെയാണ് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് അടുത്ത് എന്താ പറയാ, നമ്മൾ അങ്ങനെ ഒരുമിച്ച്, അതായത് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് തല്ലൊക്കെ കൂടി പിറ്റേ ദിവസം സെറ്റിൽ പോയെന്നോ അതല്ല ഇന്നലത്തെ തലേദിവസം നിങ്ങൾ മറ്റവനെ കൊണ്ട് തീർന്നത് ശരിയായില്ല, ഇവന്റെ ബാറ്റിംഗ് അതുകൊണ്ട് അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെയിലി തല്ലുമ്പോഴത്തൊക്കെ ആയിട്ടാണ് ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര എന്താ പറയാ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു. എല്ലാ സിനിമയിലും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് സമ്മതിക്കാറില്ല. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ രാത്രി 9 മണി 10 മണി വരെയൊക്കെ നമ്മൾ ഷൂട്ട് പോകുമ്പോൾ ഇതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടാണ് വിപിൻ ചേട്ടൻ സീൻ എഴുതിയത് തന്നെ. അത് വെച്ചിട്ടാണ് തോന്നുന്നു ഓക്കെ ഡേ സീൻ എഴുതാം, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച ക്രിക്കറ്റ് കളിക്കാം. നൈറ്റ് അങ്ങനെയാണെങ്കിൽ ഫുൾ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരം ക്രിക്കറ്റ് കളി. അങ്ങനെയാണ് സീൻ എഴുതുമ്പോൾ തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് സിനിമയുടെ പ്രോസസ്സിലുണ്ടായിരുന്നു. അത് തന്നെയാണ് സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്നത്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ, അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറുന്നു. അത് തന്നെയാണ് അതിന്റെ ഇപ്പൊ നേരത്തെ രാജുവേട്ടൻ പറഞ്ഞ പോലെ ആ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു
വൈബാണല്ലോ മൊത്തത്തിൽ അതിനെ റിഫ്ലക്ട് ചെയ്യുക, മൊത്തത്തിൽ ആ സിനിമയിലേക്ക് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് E4 എന്റർടൈൻമെന്റ് ചാരേ ചേട്ടനും മുകേഷ് ഭായും എനിക്ക് ഈ പറയുന്ന ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തള്ളി വന്ന ആൾക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ 2024 ഗുരുവായൂർ അമ്പല നടയിൽ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും E4 എന്റർടൈൻമെന്റ് ആണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില, അനശ്വര, നമ്മുടെ വാഴ ബോയ്സ്, ജോമോൻ, സിജു, സാഫ് ബോയ്, ബാക്കി ആഷിഖ്, അമിത്, എല്ലാവരും എന്താ പറയാ ഇങ്ങനെ കാണിക്കല്ല, നിങ്ങൾ വരാം ഞാൻ വരും. അപ്പോൾ അവരെല്ലാവരും സ്പെഷ്യൽ മെൻഷൻ. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ എന്നെ അപമാനിക്കാൻ മുൻനിരയിൽ നിന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജീവിതകാലം മൊത്തം സ്മരിക്കുന്നതായിരിക്കും. മത്സരിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഒരു രസത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ ബൈച്ചേട്ടനും ജഗദീഷ് ഏട്ടനും അരവിന്ദേട്ടൻ, ഇർഷാദ്, രമേശ് ഏട്ടൻ, ബാക്കി നമ്മുടെ ചേച്ചി കുഞ്ഞുകൃഷ്ണൻ മാഷ് കണ്ടില്ല, സോറി, അങ്ങ് അറ്റത്ത് പോയത് ഞാനത് അറ്റത്ത് പോയി ഇടയ്ക്കിരിക്കണം അടുത്ത പ്രാവശ്യം. അപ്പോൾ ഇത് പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോൾ ഈ 2 റീസെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ്. നുണക്കുഴി എന്ന് പറയുന്ന സിനിമയിൽ ബൈജു ചേട്ടൻ തക്കടിച്ച് ഷോ സ്റ്റീലർ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ബൈചേട്ടനെ കുറിച്ച്. അപ്പോൾ ബൈചേട്ടൻ്റെ കൂടെ വീണ്ടും ബൈചേട്ടൻ ഈ സിനിമയിലെ കാര്യം എൻ്റെ അടുത്തും അതിപ്പോൾ എല്ലായിടത്തും പോയി പറയണമെന്നില്ല. നുണക്കുഴിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ബൈച്ചേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ വിപിൻ വിളിച്ചിരുന്നത്. കഥയൊക്കെ കൊള്ളാവാടെ ചെയ്യണോ ഗുരുവായൂർ അമ്പലനടയിലെ കാര്യം 2 ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു 2 ദിവസം ആയിരിക്കില്ല നിങ്ങൾക്ക്, എന്തോ കഥ എങ്ങനെ ഉണ്ട് കൊള്ളാവാടെ. ഞാൻ ബൈച്ചേട്ട വർക്കാവുന്ന സാധനമാണ്, ചെയ്തു നോക്ക്, ചിലപ്പോൾ രസമായിരിക്കും, നിങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇങ്ങനെ ഒരു സംശയത്തിന്റെ മുൾവരയിലായിരുന്നു. ഞാൻ വിചാരിച്ച് വരുമല്ലോ. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന സമയപ്പോഴേക്കും ബൈച്ചേട്ടൻ വന്ന് വെക്കുന്നു. ക്ലൈമാക്സിൽ നല്ല കുർത്തയൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് ചന്ദനക്കുരയൊക്കെ തൊട്ട് ബൈച്ചേട്ടൻ അങ്ങനെ കാണുന്ന തന്നെ ഒരു ഭയങ്കര രസമാണ്. ഈ പറയുന്ന തക്കൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് വേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് തന്നെ ഒരു ചന്തമുണ്ട്. അപ്പോൾ ബൈച്ചേട്ടൻ്റെ കൂടെ ഒരു പടത്തിലും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ജഗദീഷ് ഏട്ടൻ ഫാലിമിയിൽ ഞങ്ങൾ ഈ പറയുന്ന ഒരു കുറേ കാലം അതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് കാശിയിലും എവിടേക്കാണ് നമ്മൾ പോയത്, യാത്ര ചെയ്ത് ഒരു വഴിയായ സിനിമയാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടനായിട്ട് അങ്ങനെ വളരെ അത്രയും ദിവസത്തെ നല്ല രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് വരുന്നത്. അപ്പോൾ ജഗദീഷ് ചേട്ടന് ആ അച്ഛൻ ഈ അച്ഛനിലേക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നൊക്കെ, ഇതിലും അച്ഛൻ ഇതിന്ന് എന്ത് അച്ഛൻ എങ്ങനെ മാറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു രാജുവേട്ടൻ്റെ അച്ഛനാണല്ലോ, അപ്പം തന്നെ മാറിയല്ലോ, മറ്റേതിൽ എൻ്റെ അച്ഛൻ, ഇതിൽ രാജുവേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ പിന്നെ വളരെ വ്യത്യാസമുണ്ട്. വാഴയിലും മറ്റൊരച്ഛൻ, അതെ വാഴയിലും ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും. അതുപോലെ അരവിന്ദേട്ടൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലെ ഇത്ര വലിയ മറ്റു മനസ്സിൽ മുത്തിന്റെ മഴ ഒക്കെ കണ്ടിട്ട് വീണ്ടും ഈ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇർഷാദൊക്കെ കുഞ്ഞുകൃഷ്ണൻ മാഷ് വീണ്ടും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച വളരെ രസകരമായിട്ടുള്ള മറ്റേ ടൈഗർ ബാമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സീനിനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അല്ലെ ഫോണൊക്കെ ഒരു സിമ്മൊക്കെ ഊരി വെച്ചിരിക്കുന്ന സീനൊക്കെ. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ മാഷിനും താങ്ക് യു. രമേശ് ചേട്ടൻ ഞങ്ങൾ സൂക്ഷ്മദർശിയിൽ ഒരുപാട് ദിവസം ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. വീണ്ടും വേറൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ അമ്പലനടയിന് ശേഷം സൂക്ഷ്മദർശിയിലായിരുന്നു. അതും ഭയങ്കര രസമുള്ള പ്രോസസ്സായിരുന്നു. അപ്പോൾ രമേശ് ചേട്ടൻ, പിന്നെ വിപിൻ ചേട്ടൻ, വീണ്ടും പറഞ്ഞ പോലെ വിപിൻ ചേട്ടൻ വീണ്ടും ഒരു സിനിമയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്കും സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇത്രയും വലിയ ഹിറ്റാവും ഞാൻ വിചാരിച്ചില്ല. റിലീസിന്റെ തലേദിവസമൊക്കെ ഞാൻ ചേട്ടാ പറഞ്ഞു. പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ എത്തിച്ചു എന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ അത് ഞാൻ റിലീസായി അഭിപ്രായങ്ങളും അതിൻ്റെ
അതിൻ്റെ കളക്ഷനും ഒക്കെ വന്നപ്പോൾ ഞാൻ ബിബിൻ ചേട്ടനോട് സമ്മതിച്ചു തന്നു, ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു എന്ന് തന്നെയായിരുന്നു ഞാൻ ബിബിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അത് കറക്റ്റായിട്ട് ആൾക്കാരിൽ എങ്ങനെ ഇത് എത്തിക്കണം, ഓഡിയൻസിന് ഇത് എങ്ങനെ വർക്കാവും, കമേഴ്ഷ്യലായിട്ട് ഇത്രയും മാസീവായിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എങ്ങനെ ഈ സിനിമ എത്തിക്കണം, പ്ലേസ് ചെയ്യണം, മ്യൂസിക്കും ബാക്കി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നൂലുമേൽ പോകുന്ന ഒരു കഥയാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പുകമറയിലാണ് ഈ സിനിമ വർക്കാവുന്നത്. അത് അത്രയും മനോഹരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിച്ച് അത്രയും കമേഴ്ഷ്യലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് അത്രയും വർക്കാക്കി എടുത്തതിൽ നിങ്ങളുടെ അത്രയും എന്താ പറയുക കൺഗ്രാറ്റ്സ്. അതിനെന്താ വാക്കൊന്നും കിട്ടില്ല. വലിയ മനുഷ്യരാണ് നിങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും രാജുവേട്ടൻ ഈ പറയുന്ന പോലെ എന്താ പറയാ എന്താ അങ്ങനല്ല, നല്ലൊരു മനുഷ്യനാണ് രാജുവേട്ടൻ. വലിയ മനുഷ്യനാണ്. വിമാനം അതെ, ഞാനിത് ഇന്റർവ്യൂവിൽ പറഞ്ഞ് മടുത്തതാ. അപ്പൊ എനിക്ക് വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ആ പരിപാടിക്ക് വെച്ച് കണ്ടപ്പോഴും ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇന്ന് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ ത്രൂ ഔട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊമോഷൻസിലൊക്കെ എന്താ പറയുക അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അത് ഞാൻ ഇങ്ങനെ മൈക്ക് കിട്ടി ഞാൻ പിന്നെ നിർത്തില്ല. സോറി ഗൈസ്. അപ്പോൾ രാജുവേട്ട താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ സുപ്രിയ മാം ഈ പറയുന്ന പോലെ ഇതും കൂടെ പറഞ്ഞിട്ട് പ്ലീസ് ഗൈസ്. അപ്പോൾ എന്താ പറയുക ഈ സിനിമയ്ക്ക് അത്രയും എന്താ പറയുക വലിയൊരു സെറ്റ് ഇടാനുള്ളൊരു കൺവിക്ഷൻ, ഈ എന്താ പറയുക ക്ലൈമാക്സിൽ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന സെറ്റ് ഇടാൻ ഒരു യെസ് മൂളുക എന്ന് പറയുന്ന ഒരു കൺവിക്ഷനും, അതേപോലെ അത്രയും വലിയ സെറ്റിൽ അത്രയും പേര് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അത് എല്ലാ പ്രൊഡക്ഷൻസിനും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. ഞാനത് പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. ഈ പറയുന്ന പോലെ അവിടെ വന്നിരിക്കുന്ന എല്ലാ ജൂനിയർ ആക്ടേഴ്സിനും മറ്റു ആക്ടേഴ്സിനും ഒക്കെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവർക്ക് ഫുഡ് കഴിക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അവിടെ സദ്യ പന്തലൊരുക്കിയിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെ എല്ലാവരെയും നന്നായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ആ ഒരു വിഷൻ ഈ പറയുന്ന പോലെ കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ഈ പറയുന്ന പ്രൊഡക്ഷൻ നേരത്തെ ഒരു ക്രാഫ്റ്റ് ഉള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ സമീപിച്ചതിൽ ഒരുപാട് നന്ദി. അതുപോലെ ജയഹേൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച അമ്മ ഈ സിനിമയിൽ എൻ്റെ അമ്മയായിരുന്നില്ല, പക്ഷെ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മളൊരു സിനിമയിൽ മറ്റൊരു ഹിറ്റ് സിനിമയിൽ വീണ്ടും ഒരുമിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഗൈസ്. പിന്നെ നിഖില അനശ്വര ഞാൻ പറഞ്ഞായിരുന്നല്ലേ, സോറി. അപ്പോൾ താങ്ക് യു ബേസിൽ പോകരുത്, അത്ര പെട്ടെന്ന് ഞങ്ങൾ വിടില്ല. എന്തായല്ലേ എല്ലാരും നോക്കി പറഞ്ഞ അവസാന വാക്കുകൾ പോലും കിട്ടാത്ത അവസ്ഥയായി. പക്ഷെ ഏറ്റവും ഹിറ്റ് ആയത് നിങ്ങൾ അളിയനും തമ്മിലുള്ളൊരു ബ്രോമാൻസ് ആണ്. എന്തുകൊണ്ടാണത്? ഇല്ല, അതിന്റെ റൈറ്റിംഗിൽ തന്നെ അത് ഏറ്റവും ഹിറ്റാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിന്റെ റൈറ്റിംഗ് അത്രയും ക്രിഞ്ചാണ്. അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ പറയാം ആനന്ദേട്ടാ എന്നൊക്കെ പറയുന്ന അതുകൊണ്ടല്ല കണ്ണാൻ തുമ്പി പോരാമോ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള റിയാക്ഷനും ബോഡി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത്. ആ കെട്ടിപ്പിടിച്ചെടുത്ത് കറങ്ങണ ഒരു സീൻ എടുത്തൊക്കെ കറങ്ങാം, മറ്റേ കരകൗശലൊക്കെ കറങ്ങുന്ന പോലെയാണ് കറങ്ങുന്നത്, കാലൊക്കെ പൊക്കി. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയുക ഒരു കുറച്ച് ആ ലൗഡ്നെസ്സിനെ അത്രയും ലൗഡായിട്ട് തന്നെ കാണിച്ചതിലാണ് അത് വർക്കാവാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് അർമാദിച്ച് ആ ലൗഡ്നെസ് അത് ഞങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കണ്ടു. പക്ഷെ ഇപ്പോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ആക്ടറിനെയൊക്കെ അറിയാം. പക്ഷെ ഒരു വൻ ഡാൻസറിനെ ഞങ്ങൾ കണ്ടു ഈ ഒരു സിനിമയിൽ. എവിടെ നിന്നായിരുന്നു അതിന്റെ ആ ഒരു പ്രചോദനം? എവിടെയായിരുന്നു അതിന്റെ തുടക്കം? എന്താണ് ആ ഒരു കഥ? കഥ ഞാൻ എൻ്റെ അടുത്ത് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഷർവാണിയൊക്കെ ഇട്ട് വന്ന സ്ഥിതിക്ക് അപ്പൊ കൂടെ അപ്പുറത്ത് ഇന്റർകട്ടില് അപ്പുറത്ത് പെണ്ണുവീട്ടുകാർ ഡാൻസ് കളിക്കുന്നത് പറഞ്ഞു. അപ്പൊ അതിൽ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പാട്ട് പാടും. ഇനിയിപ്പോ നമ്മളായിട്ട് മോശമാക്കി ചെക്കൻ്റെ വീട്ടുകാർ മോശമാക്കി അത് മോശമല്ലേ എന്ന് വിചാരിച്ച് എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് കളിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവരെ തോപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ
ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ സിജുവും സാഫും ഞങ്ങളുടെ ആഷിഖും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളങ്ങ് അതിനുവേണ്ടി മരിച്ചിറങ്ങുകയായിരുന്നു. പിന്നെ നോക്കിയില്ല. ആവശ്യമാണ് എന്താ പറയുക, ഇന്നോവേഷൻസ് ഉണ്ടാക്കാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ആവശ്യമാണ് ഞങ്ങളെ ഡാൻസേഴ്സ് ആക്കി മാറ്റിയത്. അപ്പൊ ഇനി വരുന്ന സിനിമയിലൊക്കെ ഡാൻസർ ആയിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഞങ്ങളൊരു ഡാൻസ് ചെയ്തു ഈ അടുത്ത്, പുറത്തറിയില്ല, അവരും പറയാം. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി. അതായത് ഇന്ന് ഇവിടെ വന്നപ്പോൾ തൊട്ട് കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കംപ്ലൈന്റ് ആണ് ആക്ച്വലി. അതായത് എല്ലാവരും പറഞ്ഞ കാര്യം, പ്രൊമോഷണൽ ടൈമിലൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളില്ലാണ്ട് പോയിട്ട് എല്ലാവർക്കും പാട്ട് പാടിക്കൊടുത്തു, ഞങ്ങളുടെ മുമ്പിൽ എന്താ പാട്ട് പാടി തരാത്തത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. കുറേ പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു. അപ്പോ എല്ലാവർക്കും ആ പാട്ട് അത് കുഴപ്പമില്ല. അത് ഒരു വരി മതി ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏതെങ്കിലും പാടി ഇഷ്ടമുള്ള പാട്ട്. അതെ, അവിടുന്ന് ആരും പാടി ഓൾറെഡി. രാജേട്ടൻ നേരെ നോക്കിയിട്ട് പാടിക്കും. അപ്പൊ ഓർമ്മ വരുന്ന ഹാർട്ട് ബീറ്റ് കൊഞ്ചം കൂടി സ്റ്റൈലിൽ പോകാമോ, ഡാൻസ് ചെയ്യും കാണാവല്ലേ, ഡ്രോപ്പ് ചെയ്താലുണ്ടായില്ലേ, മൊത്തം പാടാറാണ് പനി പോലെ പാടാനും ഡിസീസ് പ്രേമം അപ്പം ചൊല്ലിലേ. കഴിച്ചു ഞാൻ ബാക്കി പാടും. എനിക്ക് തോന്നുന്നു അടുത്ത സിനിമയിൽ ചിലപ്പോ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കൂടി കാണേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ. പക്ഷെ നമുക്ക് അവാർഡ്സിലേക്ക് കിടക്കും, അവാർഡ്സ് കൊടുക്കണം. പക്ഷെ അതിന് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോട്ടെ, പുതിയ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരും. ഇല്ല, അതിന്റെ ടൊബീനോ ആയിട്ട് പ്രൊഡ്യൂസർ അവൻ സമ്മതിക്കില്ല. എക്സ്ക്ലൂസീവ് ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാത്തിരിക്കണം. Okay, so let's go to the അല്ലേ, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ വീട്ടിൽ ഇനിയും ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു മൊമെൻറ്റോ കൂടെ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജോ ആണെങ്കിലും അരവിന്ദനാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെയാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ് ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ. ഗുരുവായൂരമ്പല നടയിലെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ് E4 എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുകേഷ് സാർ, സാരായി ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. വിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയണല്ലേ, വിപിൻ ചേട്ടൻ ജോത്സ്യനാണെന്ന് തോന്നുന്നു പുള്ളി. എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പം ബേസിലായിട്ട് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി. ഇപ്പോൾ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ലൊരു ഇതാണ്, നല്ലൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. രാജേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്ന് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന രാജേട്ടൻ ഒരുപാട് താങ്ക് യു. ബേസിലേട്ടൻ പോയാ വീട്ടിൽ തന്നെ. ബേസിലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂരമ്പല നടയിൽ ബോയ്സ് എല്ലാവർക്കും അവര് ഈ പറഞ്ഞത് നമുക്ക് കുറേ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അശ്വിൻ വന്നിട്ടില്ല, അശ്വിനും ഉണ്ട് ഇവരുടെ കൂട്ടത്തില്. അനശ്വര എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒരു
ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് അപ്പോൾ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. തിരിച്ചും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ദീപു ചേട്ടൻ്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു തിരിച്ചെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ജഗദീഷ് ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ, ബൈജു ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഋഷാദക്ക, കുഞ്ഞികൃഷ്ണ മാഷ്, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് നിഖില. പ്ലീസ് ബി ഓൺ സ്റ്റേജ്. അങ്ങനെ വിപിൻ ദാസിനെ മലയാള സിനിമയുടെ ഒഫീഷ്യൽ ജോത്സനാക്കി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് അവാർഡ്സ് കൊടുക്കാനുണ്ട്. വി റിക്വസ്റ്റ് യു ടു. ഈ സിനിമയുടെ കഥ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുകയും ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നൊരു അവസ്ഥ ഒരു നടനും ഉണ്ടാകാറില്ല. ഞാൻ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നെ എന്താണെന്നൊക്കെ ഇങ്ങനെ അടുത്ത എമ്പുരാൻ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഒരു ദിവസം വിവേകിന്റെ ഒരു മെസ്സേജാണ് ശരിക്കും എന്റെ മനസ്സിൽ ഈ പ്രോജക്റ്റ് വീണ്ടും ഓൺ ആക്കുന്നത്. വിവേകാണ് സാർ ഈ ആടുജീവിതം കഴിഞ്ഞില്ലേ എന്ന്, പിന്നെ നമുക്കൊരു കുറച്ച് ദിവസം മതി, കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ളൊരു പങ്കിനിടയിൽ ചെയ്തുകൂടെ എന്ന വിവേകിന്റെ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും എന്റെ മനസ്സിൽ ഓൺ ആവുന്നതും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാരഥി അതിനെ തുടർന്നാണ് എന്നെ കാണാൻ വരുന്നത്. സോ താങ്ക് യു വിവേക് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. വിവേക് തന്നെയാണ് ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകാൻ കാരണം. ഇപ്പൊ 2 പ്രോജക്റ്റുകൾ ആക്ച്വലി എന്റെ കരിയറിൽ സംഭവിച്ചതിന്റെ പിന്നിലത്തെ ഒരു കാറ്റലിസ്റ്റിന്റെ ഉടമസ്ഥനായ വിവേകാണ്. അതുപോലെ എനിക്ക് ആദ്യമായിട്ട് ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനി എന്നിൽ നിന്നും പൂർണ്ണമായി ഇൻഡിപെൻഡന്റ് ആയി എന്ന് തോന്നിയ ഒരു സിനിമ ഇതാണ്. ഞാൻ പറയാൻ കാര്യം, മറ്റു സിനിമകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ക്രൈസിസിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലോ സുപ്രിയ അല്ലെങ്കിൽ ഹാരിസ് അല്ലെങ്കിൽ റിനി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ പോലും എൻ്റെ അടുത്തേക്ക് വരാത്ത നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അതിന് ഫുൾ ക്രെഡിറ്റ് സുപ്രിയ, ഹാരിസ് ആൻഡ് റിനി. അവരുടെ ഇവർ 3 പേര് മാത്രമല്ല, പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും ആൾക്കാർ ഇവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനിഷ്യൽ താങ്ക് യു സോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ടൈം. ഞാൻ കുറേ സമയം പറയേണ്ടതെന്തൊക്കെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒക്കെ മറന്നുപോയി. അപ്പോ ഗുരുവായൂർ അമ്പലനട എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു സിനിമയാണ്. എന്നെ ഫസ്റ്റ് ഈ പടത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഓടി ഒന്ന് നോക്കാതെ ചെയ്തൊരു സിനിമയാണിത്. അപ്പം എന്നോട് ഫസ്റ്റ് കഥ പറയാൻ വേണ്ടി വിപിനേട്ട വിളിക്കുമ്പോൾ പറയുന്നത് നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു 20-30 ദിവസം ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ 30 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതേപോലെ ഒരു ഫാമിലി പോലെയാണ് എനിക്കിത്, എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബാക്കി ചില ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ചിലവരിനോട് ചോദിക്കും, ഇത്രയും സീനിയേഴ്സിന്റെ കൂടി വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതാണ്, എന്താണ് ഗുരുവായൂരിനെ പഠിച്ചതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാറുള്ളത് നല്ലൊരു തൊലിക്കെട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പുറത്ത് കളിയാക്കുക, ഇപ്പുറത്ത് കളിയാക്കുക, അവര് കളിയാക്കുക, എല്ലാവരും എന്നെ ഡയറക്ടർ കളിയാക്കുക, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എനിക്കൊരു കളിയാക്കൽ കിട്ടി, ഭയങ്കര തൊലിക്കെട്ടി കിട്ടിയ ഒരു സിനിമയായിരുന്നു എനിക്ക് ഗുരുവായൂർ അമ്പലനട. സോ അതിന് ഗുരുവായൂർ അമ്പലനട കമ്മിറ്റിയോട് നന്ദി പറയുന്നു. പിന്നെ ഒരു ബഞ്ച് ഓഫ് ഗുഡ് പീപ്പിളിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം താങ്ക് യു. പിന്നെ പിന്നെ ഇംഗ്ലീഷിനൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ എല്ലാ സമയത്തും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പാടി നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒന്നും പഠിക്കാതെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിയെത്തി വന്നിരുന്ന ഒരാളാണ് എനിക്ക് വില്ലേജ്. പിന്നെ ബേസിലായിട്ട് എല്ലാ നെഗ് സിറ്റുവേഷനിലും അനാവശ്യ പോസിറ്റിവിറ്റിയുടെ നിറവിടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കുറെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം പടം റിലീസ് കഴിഞ്ഞ്